ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് ഇച്ചിരി തിരക്കുള്ളൊരു ദിവസമാണ്. ക്ലീനിങ് ഉണ്ട്, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടൗണിൽ പോകണം. പിന്നെ എന്നാ പറയണേ, ഒരു പായസത്തിൻ്റെ റെസിപ്പി ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. പിന്നെ ടൗണിൽ പോണ കാര്യം വേറൊന്നുമല്ല, നമ്മൾ ചുരിദാറും കൂടി ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കസ്റ്റമൈസ് ചെയ്തും അല്ലാണ്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാനിവിടെ എഴുതി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വന്നതിൻ്റെ മെറ്റീരിയൽ എടുക്കാനായിട്ട് ഞാൻ പോകുന്നതാണ് ടൗണിൽ. അപ്പോൾ ചുരിദാറിൻ്റെ പാൻറ്റും ഒക്കെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പം ഇച്ചിരി ഒരു ഗ്യാസിൻ്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്തേ. ഗ്യാസ് കുറ്റി ഓണാക്കിയപ്പം അപ്പോൾ ഞാനിങ്ങനെ മണത്ത് നോക്കിയതേ. ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഗ്യാസ് കുറ്റിയെന്നാണോ അതോ സ്റ്റൗവിൻ്റെ പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ വെള്ളമാണെങ്കിലും ഇച്ചിരി അധികം തിളപ്പിക്കും കേട്ടോ. അപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് വെള്ളം എല്ലാവരും ഒത്തിരി കുടിക്കേണ്ടത്. നമ്മൾ ചെറിയ ചെരുവത്തിലല്ലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചെരുവത്തിലെ വെള്ളമൊന്നും ഇപ്പോൾ തികയില്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് വലിയൊരു കലത്തിനകത്താണ് ഞാൻ വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പത്തിൻ്റെ കൂടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വിനേട്ടന് മുട്ട ചാറ് കൂട്ടാൻ കുഴപ്പമില്ല, മുട്ട കൂട്ടാണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പം അങ്ങനെ കഴിക്കാൻ വിനേട്ടന് കൊടുത്തു. ഞങ്ങൾ അപ്പവും മുട്ട റോസ്റ്റുമായിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ ഇന്നിപ്പം അടുക്കള വ്ളോഗ് വലിയ കാര്യമായിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല. കാരണം രാവിലെ തിരക്ക് പിടിച്ച് പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വേണം നമുക്ക് ടൗണിൽ പോകാനായിട്ട്. പിന്നെ വിനേട്ടന് അങ്ങനെ ഓട്ടോ ഒന്നും ഉള്ള ദിവസമല്ല, എന്നാലും ടൗണിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വെച്ചു. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചാറ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബിനുവേട്ടൻ ഇവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചുക്കുട്ടനും ധ്യാനൂട്ടനും ഒക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ സ്കൂളിൽ ഇന്ന് കൊണ്ടുവിടാമെന്ന് വിനോട്ടൻ പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് അച്ചുക്കുട്ടന് അങ്ങനെ ഒരു ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടുവിടണതൊക്കെ. പിള്ളേർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവിടാവോ അച്ഛയെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ കൊണ്ടുവിടാടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരെ സ്കൂളിലാക്കിയിട്ട് വേണം നമുക്ക് ടൗണിൽ പോകാനായിട്ട്. അപ്പോൾ ഇന്ന് കറി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോര് കറിയാണ് വെച്ചത്. കുമ്പളങ്ങ ഇട്ട് മോര് കറിയാണ് കേട്ടോ. അപ്പോൾ അതും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വ്ളോഗിൽ സ്ഥിരം ഇടുന്ന റെസിപ്പികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒന്നും ഇടാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ കൂർക്ക മെഴുക്ക് വരട്ടിയാണ്. അതിപ്പോൾ കൂർക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുറന്നതിൻ്റെ ആവി ഫോണിലേക്ക് വന്നതാണ് ഇടയ്ക്കൊരു മങ്ങൽ വന്നത്. അങ്ങനെ കറികളൊക്കെ ആക്കിയിട്ട് ഞാൻ വേഗം തന്നെ ടൗണിൽ പോയി. അതായത് 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്ലീനിങ്ങിനൊന്നും നിന്നില്ല കേട്ടോ. വന്നിട്ട് ചെയ്യാം എന്ന് വെച്ചു. അതായത് ഇന്നിപ്പോൾ എല്ലാം നല്ലൊരു ക്ലീനിങ് ചെയ്യണ ദിവസമാണ്. വീട് ഡീപ്പ് ക്ലീനിങ് ചെയ്യണ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് നല്ലൊരു പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒത്തിരി സമയം കളയാൻ നിന്നില്ല. അങ്ങനെ ടൗണിൽ സ്കൂളിലേക്ക് എത്താറായി. അപ്പോൾ അച്ചുക്കുട്ടനും ധ്യാനൂട്ടനും സ്കൂളിലേക്ക് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ടൗണിൽ പോയി കഴിഞ്ഞപ്പോൾ കടയിൽ കയറി കേട്ടോ. കടയിൽ കയറിയപ്പം കോട്ടൺ മെറ്റീരിയൽസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടൺ മെറ്റീരിയൽ മാത്രമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ, അല്ലാത്തതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. എല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ കോട്ടൺ അല്ലേ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് കോട്ടൺ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് പറഞ്ഞതെന്നേ ഉള്ളൂ. ഷിഫോണും റയോണും ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് കാണിച്ചത്. ഇതൊക്കെ ഹക്കോബയാണ് കേട്ടോ. ഹക്കോബയുടെ മെറ്റീരിയൽസാണ്. ആഷ് കളറും ബ്ലാക്കും. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കാർഡ്സ് എന്ന് പറഞ്ഞ് തൊടുപുഴ ഇതുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ വിത്തൊക്കെ വാങ്ങാൻ കയറിയത്. അപ്പോൾ അവിടെ കയറി അത് കഴിഞ്ഞ് പിന്നെ ബസ്സേ കയറി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഞാൻ പോന്നു ബസ്സിന്. വീട്ടിൽ വന്ന് കുറച്ചൊന്ന് അടിക്ക് വാരാനും പറക്കാനുള്ളതൊക്കെ അടിച്ച് വാരി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. വീട് തുടയ്ക്കാനുണ്ടായിരുന്നു. റൂം ഫുള്ള് തുടച്ച് ക്ലീൻ ആക്കണ ദിവസമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടൗണിൽ പോയി മെറ്റീരിയൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കൂട്ടിന് ഇച്ചിരി ഒരു
ഒരു വഴക്കിൽ പോയേക്കണം. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പാൻറ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് പാൻറ് പുള്ളിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതേ തുടർന്ന് ഇപ്പോൾ രാവിലെ എന്നോട് പറഞ്ഞു പാൻറ് ഒന്ന് ഇറക്കം കുറച്ച് നിക്കറാക്കി കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നേ. അപ്പോൾ അപ്പോൾ സമയമില്ലാത്ത കാരണം അപ്പോൾ ആ വഴക്കറിഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ അങ്ങനെ സമാധാനിപ്പിച്ച് വിട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വീട്ടിൽ കൊച്ചു വരുമ്പോൾ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കാം, കരച്ചിൽ നിർത്തുകയെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കടയിൽ പോണതാണ്. അപ്പോൾ ബിനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ബിനുവേട്ടൻ എന്നെ അവിടെ വരെ കൊണ്ടുവിട്ടു. എന്നിട്ട് തിരിച്ച് എന്നെ ഒരു കനാലിൻ്റെ അവിടെ കൊണ്ട് വിട്ടിട്ട് പോകുന്നു കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇതിലൊക്കെ കയറിപ്പോയാൽ മതി, വീട്ടിൽ അവിടെ എവിടെയെങ്കിലും വീടെത്തും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വഴിക്ക് വന്നിട്ടല്ല, ദൈവമേ എവിടെ ചെല്ലും എന്താകുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കനാലിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നുകൊണ്ടിരിക്കുകയാണ്. ബിനുവേട്ടൻ അങ്ങനെ ധൈര്യത്തോട് വിടണമെങ്കിൽ അധികം താമസിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് എത്താവുന്ന വഴിയിലേക്ക് വിടാറുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ അറ്റത്ത് അപ്പുറം നമ്മുടെ വീട് കാണുന്നുണ്ട്. നമ്മുടെ കണ്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ് കേട്ടത്. ഇവിടെ ഇത്രയും അടുത്താണ് കനാലെന്ന് നമ്മൾക്കറിയില്ലായിരുന്നു. കനാലിവിടെ അടുത്താന്ന് ബിനുവേട്ടൻ പറഞ്ഞെങ്കിൽ നമ്മളങ്ങനെ എടുക്കുകയൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇത് എവിടെ ഇറങ്ങും ഭഗവാനെ എന്നോർത്തിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പം ഇവിടെ ഈ മൂലയിൽ നമ്മുടെ ആ വീടിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങണ ആ ഒരു എന്താ പറയുക തോട് പോലെ ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാമെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ വീട് ഇവിടെ നിന്ന് നോക്കിയാൽ ചെറുതായിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീട് എത്തിപ്പെട്ടു എന്ന് പറയുന്നത് എന്നാ പറയണേ, ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ എന്താ പറയണേ, വീട്ടിലെത്തുമോ കാട്ടിലെത്തുമോ എന്നുള്ള രീതിയിൽ ഇറങ്ങിയെങ്കിലും വീട്ടിൽ തന്നെ എത്തി കേട്ടോ. വീട്ടിലെത്തിയവിടെ ബിനുവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ വീട്ടിലെത്തിയോടി അതോ കാട്ടിലേക്ക് പോയോന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എത്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യാണി എന്നാട്ടോ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കൊക്കെ പറയുക. ഇവിടേക്കുള്ള ഒരു തോടെന്ന് പറയുക. പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ടേക്കൊക്കെ കയ്യാണി എന്ന് പറയാം. വീടിൻ്റെ അങ്ങനെ മുമ്പസ്തോടെ മഴയത്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ നേരത്തെ പണ്ട് കാലത്ത്. അവിടെ പോയി വെള്ളത്തിൽ അലക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ വീടെത്തി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. കുട ചെറുതായിട്ട് മഴ പെയ്യുമെന്നൊരു സംശയമുള്ളതാണ് കുട കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ വാങ്ങിച്ചു, 1/2 ലിറ്ററിൻ്റെ മിൽമയുടെ പാലാണ് കേട്ടോ. പിന്നെ സേമിയ ഇങ്ങനത്തെ വാങ്ങി. ഞാൻ ശരിക്കും റെഡിമെയ്ഡ് സേമിയ ഉദ്ദേശിച്ചത്, പക്ഷേ കിട്ടിയത് ഇതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇച്ചിരി കാഷ്യൂനട്ടും മുന്തിരിങ്ങയൊക്കെ എക്സ്ട്രാ വാങ്ങേണ്ടി വന്നു. പിന്നെ പഞ്ചസാര 1 കിലോ വാങ്ങിച്ചു. പാല് നമുക്ക് രാവിലത്തെ പാല് ഞാൻ എടുക്കാണ്ട് ഒരു കുപ്പി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പാക്കറ്റ് വാങ്ങിയത്. അപ്പോൾ പായസം ഉണ്ടാക്കാനേ നമ്മൾ ഇൻഡസ് വാലിയുടെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞൊരു സോസ് പാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അവിടെ വീട്ടിലിങ്ങനെ നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലിങ്ങനെ പാത്രങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി മൂലയ്ക്ക് വെച്ചേക്കുറല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഓരോരോ സാധനങ്ങൾ എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു പാത്രം ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളതായത് തന്നെ നോക്കണം കേട്ടോ. മറന്നുപോയൊരു പാത്രമാണ്. ഞാനിങ്ങനെ കവറിനകത്തിട്ട് വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൊടി അടിച്ചാൽ മുഴുവൻ ഇങ്ങനെ ഡാമേജ് ആയി പോയല്ലേ. അപ്പോൾ ഇതാണ് ആ പാത്രം. ഇതാണോ? അത് തന്നെ. വീണ്ടും ഞാൻ വേറെ കവറിനകത്തിട്ട് ഭദ്രമാക്കി വെച്ചേക്കുവാണ്. പായസം ഉണ്ടാക്കുമ്പോഴേ എടുക്കണ്ടേ, വെറുതെ പാത്രം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാര്യം. ഇതാണ് നമ്മുടെ പാത്രം. ഇൻഡസ് വാലിയുടെ ഒരു സോസ് പാൻ. ഇതിന് അടപ്പുണ്ട് കേട്ടോ, ഇതിനകത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നമുക്കിത് വെച്ച് മൂടി എന്നാ പറയണേ, നല്ലൊരു പാത്രം. ഇതൊക്കെ മറന്നിരിക്കുമെന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേഗം തന്നെ പായസം ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഇൻഡസ് വാലിയുടെ പാത്രമൊക്കെ എടുത്തോണ്ട് നെയ്യ് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയായിരുന്നേ. നെയ്യ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ ഇവിടെ വന്നപ്പോൾ ഓർത്തത്, ദൈവമേ നെയ്യ് ഇല്ലാണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കുമെന്ന് ഓർത്തേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ നെയ്യ് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു ദൈവാധീനം കൊണ്ട്. പക്ഷേ ഈ പായസം ഉണ്ടാക്കിയപ്പോഴേ നമ്മൾ മിസ്റ്റേക്കൊന്നും വന്നില്ല. പക്ഷെ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ സേമിയയുടെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് സംശയമില്ല. ഉണ്ടാക്കി കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു, എന്നാലും നമുക്ക് ആ പൂർണ്ണതയിലേക്ക് വന്നില്ല. അതായത് നമുക്കൊരു തൃപ്തി വന്നില്ല ഉണ്ടാക്കിയിട്ട്. സേമിയ ഇച്ചിരി ഒരു കരിഞ്ഞോണക്കാണ് ഇരുന്നത് കേട്ടോ. ഞാൻ അതുകൊണ്ട് ചൂടാക്കിയിട്ടില്ലായിരുന്നു, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്തേ. ഇനിയിപ്പോൾ സേമിയയുടെ ആണോ എന്താണോ
വേറൊന്നും നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കണ അതേ രീതിയിൽ തന്നെയാണ്. പിന്നെ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പാല് കുറവായ കാരണം 1 ലിറ്റർ കഷ്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ലിറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു 3/4 ലിറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പായസമൊക്കെ നല്ല കുറുകിയാണ് വന്നത് കേട്ടോ ലാസ്റ്റ് ഭാഗത്ത്. പിന്നെ ക്യാരമലൈസ് ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ട്. ക്യാരമലൈസ് ചെയ്ത പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് ചെയ്യാത്തതുകൊണ്ടാണോ ആ ഒരു ഇത് തോന്നിയതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഉണ്ടാക്കി. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ പാല് പതിയെന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഫുള്ള് ഇനിയിപ്പോൾ അത് വെച്ചേക്കണ്ടല്ലോ എന്ന് ഓർത്തു അതിട്ടു. പിന്നെ പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് ഇടുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഒരു 1/4 കിലോ പഞ്ചസാരയാണ് ഇട്ടു കേട്ടോ. 1/4 കിലോ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഇച്ചിരി മധുരം കുറവ് തോന്നിയതാണ് ഞാൻ കുറച്ച് ഒരു 3-4 സ്പൂണും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാം കൂടെ ഇട്ടിട്ട് സേമിയയും ഇട്ടിട്ട് ഈ ഒരു പാലിനകത്തിട്ട് ഞാനങ്ങ് വേവിച്ചു. ചിലർ സേമിയ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇടുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ ഒരു വെള്ളച്ചവ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലിനകത്തിട്ടാണ് ഞാൻ സാധാരണ വേവിക്കുക കേട്ടോ. പക്ഷേ ക്യാരമലൈസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ടുള്ളവർ ഞാൻ നേരത്തെ വീഡിയോക്കകത്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ക്യാരമലൈസ് ചെയ്ത പായസം. അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് എൻ്റെ മമ്മി ഒന്ന് വിളിച്ചു. മമ്മിയോട് കുറച്ച് നേരം ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അതേ നമ്മുടെ നെയ്യ് ഒഴിച്ചു. ഇനി നെയ്യുടെ ആണോ, നെയ്യ് അങ്ങനെ വേറെ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്താണോ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വന്ന് തോന്നി. എന്നാണ്. അപ്പോൾ നെയ്യിലേക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് അതൊന്ന് പതിയെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് കുറുകിയൊക്കെ വന്നായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ എന്തോ ഒരു എന്നാ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ മുന്തിരിങ്ങയുടെ ഒക്കെ മുന്തിരിങ്ങ അപ്പടി കറുത്ത് ഇങ്ങനെ ഇരുന്ന് എന്താണ്. എന്തായാലും പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മളൊരു ഗ്ലാസ് കുടിക്കാത്ത പരിപാടി ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് ആദ്യം ഞാനൊരു ഗ്ലാസ് അങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അതായത് നിങ്ങൾക്കുള്ള വീതമാണിത്. അപ്പോൾ ഇതേ അടിപൊളി സേമിയ പായസം. കുറേ നാളായിരുന്നു കേട്ടോ സേമിയ പായസം ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ അച്ചുക്കൂട്ടന് ഇങ്ങനെ സിത്താന്ന് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് വാങ്ങിച്ചു കൊടുക്കണേക്കാളും നമ്മൾ വീട്ടിലുണ്ടാക്കണം അതിന് നല്ലതെന്ന് ഓർത്തു. അപ്പോൾ പിന്നെ ഇതാവട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സേമിയ പായസം അവിടെ റെഡിയായി. അത് കഴിഞ്ഞ് പിന്നെ അച്ചുക്കൂട്ടനും ധ്യാനൂട്ടനും വന്നു കേട്ടോ. അച്ചുക്കൂട്ടനും ധ്യാനൂട്ടനും വന്നു കഴിഞ്ഞപ്പം കയറി വാടാ, ഒരു സൂത്രം ഉണ്ടെന്ന് വന്നിട്ടൊന്നും കേൾക്കണില്ല. കുറേ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ കയറി വന്ന് നോക്കണത്. വന്ന് സൂത്രം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. വന്ന വഴി സൈക്കിളും എടുത്ത് ചവിട്ടി ഇറങ്ങാനായിട്ട് നോക്കണം. ടവർ റോഡിലേക്ക് ചവിട്ടാൻ പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ധ്യാനൂട്ടൻ ഒരു ബാറ്റും ബോളും പിടിച്ച് ഇപ്പോൾ ധ്യാനൂട്ടന് സൈക്കിൾ വിടണേക്കാളും ഇഷ്ടം ക്രിക്കറ്റ് കളിക്കാനാണ് കേട്ടോ. അപ്പോൾ അവിടെ വരാൻ പറഞ്ഞ അച്ചുക്കൂട്ടൻ വന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കണതാണ്. അത് കഴിഞ്ഞ് അച്ചുക്കൂട്ടൻ ഓടിച്ചെന്ന് പായസം നോക്കണം കേട്ടോ. ഓടിച്ചാടി ചെന്നിട്ടുണ്ട്. നമ്മുടെ ട്രൈപോഡ് ഇടയ്ക്കൊന്ന് പണി മുടക്കിയായിരുന്നേ. ഞാൻ പുതിയൊരു ട്രൈപോഡ് വാങ്ങിച്ചു. രൂപ 1000 അങ്ങനെ പോയി കിട്ടി. ട്രൈപോഡ് ഒരു ദിവസം ഒടിഞ്ഞിരുന്ന ട്രൈപോഡായിരുന്നു, മറിഞ്ഞടിയതാണ്. അതിൻ്റെ ഇടപാട് തീർന്ന് കിട്ടി. പിന്നെ ആ സംഭവം ഇല്ലാണ്ട് നമുക്ക് പണിയായുധം ഇല്ലാണ്ട് മുമ്പോട്ട് പോയല്ലോ. അങ്ങനത്തെ അച്ചുക്കൂട്ടൻ ധ്യാനൂട്ടൻ പായസം കുടിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നല്ലൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്